തിരഞ്ഞെടുപ്പ് തീയതി ഏകദേശം ഏപ്രിൽ രണ്ടാം വാരമായിരിക്കും എന്ന് നിശ്ചയിക്കപ്പെട്ടതോടുകൂടി പോരാട്ടം കടുക്കുന്നതിൻ്റെ സൂചനകളാണ്. കടുക്കുന്ന പോരാട്ടമായിരിക്കുമോ ഇക്കുറി? കടുക്കുന്ന പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കേരളത്തിലെ ആൻറ്റി ഇൻക്യുമൻസി ആയിരിക്കില്ല പോരാട്ടം കടുക്കാനുള്ള കാരണം കേരളത്തിലെ BJP ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാ മണ്ഡലങ്ങളും BJPക്ക് കാര്യമായ വോട്ട് വർധന ഉണ്ടാകുന്നുണ്ട്. കാരണം വോട്ട് വർധന ഉണ്ടാകുക എന്ന് പറയുന്നത് അവരെന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ട് ആശ്രയിച്ചിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. ഏകദേശം കേരളത്തിലെ 30 മണ്ഡലങ്ങളുണ്ട്. ഈ 30 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഈ BJP സ്വാധീനം ചെലുത്തുക എന്നുള്ളത് പോലെ ഇരിക്കും രണ്ട് മുന്നണിയിലെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഇലക്ഷന് കണ്ട ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, കോൺഗ്രസും CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും വലിയ രീതിയിൽ ഇൻഡിപെൻഡൻ്റായി ശക്ത രീതിയിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ കയറി വരാൻ പോകുന്ന BJP ആയിരിക്കും. പക്ഷേ അങ്ങനെ കയറി വരാൻ BJPക്ക് ഒരുക്കമല്ല. കാരണം എന്താ, BJP അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് ഈ പറയുന്ന പ്രവർത്തനം ചുരുക്കാനാണ് സാധ്യത. കാരണം അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യും, അവിടെ ജയിക്കാൻ പറ്റിയ സ്ഥലങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും, അവിടെ എങ്ങനെയെങ്കിലും ഒരു 10 സീറ്റിലെങ്കിലും എത്തിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നുണ്ടാവുക. ഞാൻ വിചാരിക്കുന്നത് 2011 ഇലക്ഷനെ പോലെ ആയിരിക്കും കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. 2011 കോൺഗ്രസിൻ്റെ അവസ്ഥയ്ക്ക് എന്താ കാരണം? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 38 സീറ്റാണ് 2011 കിട്ടിയത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 20 സീറ്റും 25 സീറ്റിൽ മത്സരിച്ചു 20 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടി. അതുപോലെ തന്നെ നാഷണൽ 20 സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടുക എന്ന് പറയുമ്പോൾ മലപ്പുറം ഏകദേശം അവരെ കിട്ടി കേട്ടോ. അതുപോലെ തന്നെ ബാക്കി മലപ്പുറത്തിന് പുറത്തുള്ള മണ്ഡലങ്ങളിലാണ് അവർ കാര്യമായിട്ട് അവർ തോറ്റുപോയത്. അപ്പോൾ 2011 എങ്ങനെയാണ് കിട്ടുക? അതിൽ 38 സീറ്റ് കോൺഗ്രസിന് കിട്ടി. ആ 38 സീറ്റ് കോൺഗ്രസിന് കിട്ടുക എന്ന് പറയുന്നത് അവരെ തന്നെ മാക്സിമമാണ്. അതേ ഒരു ലെവൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യമായി കണ്ടത്, അന്ന് കേരള കോൺഗ്രസ് എമ്മും ജോസഫും മാണിയും ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് 9 സീറ്റ് രണ്ടുപേർക്ക് കൂടെ കിട്ടി. കോൺഗ്രസിൻ്റെ കൂടെയായിരുന്നു അവർ രണ്ടുപേരും. അപ്പോൾ 9 സീറ്റ് അവർക്ക് കിട്ടി. ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം അത് സ്പ്ലിറ്റ് ആവും. ജോസഫിൻ്റെ കയ്യിലും മാണിക്കോ UDFിൻ്റെ LDFിൻ്റെയും 2 ഭാഗമായിട്ട് നിൽക്കുകയാണ്. പിന്നെ എന്താണ്, പിന്നെ ഈ സോഷ്യലിസ്റ്റ് ജനതാ പാർട്ടിക്ക് 2 സീറ്റ്, കേരള കോൺഗ്രസ് ജെക്ക് ഒരു സീറ്റ്, കേരള കോൺഗ്രസ് ബിക്ക് ഒരു സീറ്റ്. അന്ന് ഗണേഷ് കുമാർ കോൺഗ്രസിൻ്റെ കൂടിയായിരുന്നു. അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് 72 സീറ്റിലേക്ക് കോൺഗ്രസിന് വന്നത്. ആ കോൺഗ്രസിന് വന്നതിനേക്കാൾ അപ്പുറം ആ സമയത്ത് 2010 ഇലക്ഷൻ്റെ സമയം എന്താ, രണ്ടിലെ ഏറ്റവും വലിയ വിജയം പഞ്ചായത്ത് ഇലക്ഷന് കിട്ടിയ സമയമാണ്. ഇതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് ഇലക്ഷന് വിജയം കിട്ടിയ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വന്ന നിയമസഭാ ഇലക്ഷനിൽ സംഭവിച്ചതാണ് ഞാൻ ഈ പറഞ്ഞ 72 സീറ്റ്. അപ്പോൾ അത്രയും സീറ്റിലേക്ക് കോൺഗ്രസിന് എത്താൻ പറ്റുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു വിജയം ആ ലെവൽ തന്നെയാണ് ഇപ്പോഴുള്ളൂ, വലിയ മാറ്റമില്ല. പക്ഷേ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ രണ്ട് വ്യത്യാസമാണ്. ഒന്നാമത് BJP A ക്ലാസ് മണ്ഡലങ്ങളെ തിരിച്ചിരിക്കുന്നു. A ക്ലാസ് മണ്ഡലങ്ങളിൽ അവർ കണ്ടെത്താൻ അന്നത്തെ BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ സ്റ്റേറ്റിൽ മത്സരിക്കുക അവർക്ക് അന്നത്തെ കാര്യത്തിൽ ഒരു മഞ്ചേശ്വരം മാത്രമാണ് കാര്യമായിട്ട് അവർ ചർച്ച ചെയ്യപ്പെടുക. തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങൾ പോലും അന്ന് ചർച്ചയിൽ പോലും ഇല്ല. ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഏകദേശം 5-6 മണ്ഡലങ്ങൾ അവർ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊല്ലത്ത് ആറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, പാലക്കാട് ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നു, തൃശ്ശൂർ മണ്ഡലം ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, മഞ്ചേശ്വരം മണ്ഡലം ഫോക്കസ്, A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ 10 മണ്ഡലത്തെ നിശ്ചയിച്ചിരിക്കുന്നതല്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാക്ടറായി മാറാൻ പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇലക്ഷനെ നേരിടാൻ പറ്റും, അതിനൊരു പ്രത്യേക സ്ട്രാറ്റജിയാണ് വേണ്ടതെന്നുള്ള എൻ്റെ അഭിപ്രായം. ഞാൻ വിചാരിക്കുന്നില്ല ഒരു 2 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് അത് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു കാര്യം, BJPക്കെതിരെ എങ്ങനെ BJPൻ്റെ വോട്ട് ചോർച്ചയെ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ള ഏതെങ്കിലും ഒരു വാർത്ത നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നായി കാണുന്നുണ്ടോ? ഒരു വാർത്തകളും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ BJP വോട്ടിനെ എങ്ങനെ അറിയും? അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? K മുരളീധരൻ നേതൃത്വത്തിൽ കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി ശക്തമായി മുന്നോട്ടിറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ടായിരുന്നു, UDFിന് മുമ്പിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചു? അവിടെ BJP അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല മണ്ഡലങ്ങളും പ്രശ്നമാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് 70 തുടങ്ങി 80 സീറ്റ് വരെയുള്ള ഒരു 10 സീറ്റേക്ക്, അപ്പോൾ 71 സീറ്റാണ് ഒരു ഭരണസമിതി വരാൻ ആവശ്യം. 70 തുടങ്ങി 80 സീറ്റ് വരെയുള്ള 10 സീറ്റ് UDFിന് പിടിക്കാൻ കഴിയുന്നുണ്ടോ? 10 സീറ്റ് LDFിന് പിടിക്കാൻ കഴിയുന്നുണ്ടോ? അതുമാത്രമേ ഒരു വിജയ വ്യത്യാസമായി മാറാനുള്ളൂ. അല്ലാതെ ഈ പറയുന്ന 100ലേക്ക് എത്താനേ പോകുന്നില്ല എന്നുള്ളതാണ്. 100ലേക്ക് എത്താൻ പോകുന്നില്ല എന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മണ്ഡലങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഘടന വെച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പക്ഷേ എന്താണ് പ്രധാനപ്പെട്ട കാര്യം BJPയെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നു എന്നതിനെ പോലെ ഇരിക്കും കാര്യങ്ങൾ. BJP
അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അവർ ശത്രുവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശത്രുവാക്കാൻ തീരുമാനിച്ചാൽ അവർ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ കോൺഗ്രസിലുള്ള മണ്ഡലങ്ങളായിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? അത് കോൺഗ്രസിൻ്റെ വിജയത്തെ അധികാരത്തിൽ വരുന്നതിന് വളരെ കാര്യമായിട്ട് സ്വാധീനിക്കും. തൃശ്ശൂർ ജില്ലയിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? അത് വലിയ രീതിയിൽ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കും. പാലക്കാട് ജില്ലയിൽ എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടും? ഈ സീറ്റുകൾ അത് കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടി സാധിക്കും. ഞാൻ വിചാരിക്കുന്ന 5 സീറ്റിലേക്ക് മേലേക്ക് BJP MLA അവർ വിജയിക്കുക, 5 സീറ്റിൽ മേലെ BJP വിജയിക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നുണ്ടാവും. അതൊരു ട്രെൻഡായിരിക്കും. ആ ട്രെൻഡിനെ എങ്ങനെ കോൺഗ്രസ് മറികടക്കും, എങ്ങനെ UDF മറികടക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 99 സീറ്റിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയാം പ്രധാനപ്പെട്ട കാര്യം, 17 സീറ്റിലാണ് ഇപ്പോൾ CPI വിജയിച്ചിരിക്കുന്നത്. 17 സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. 17 സീറ്റ് CPI വിജയിച്ച് കയറി വരൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്താണ്, ആ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ്സാണ് അധികാരത്തിൽ വരുന്നതിൽ ജയിച്ചു വരുന്നെങ്കിൽ പോലും അതിനനുസരിച്ചിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം BJPൻ്റെ അടുത്തുനിന്ന് BJPക്ക് ലഭിക്കാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 140 മണ്ഡലങ്ങളിൽ 70 എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 10 അല്ലെ 5-10 സീറ്റ് BJPക്ക് വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എത്രയാണ്, 5 സീറ്റ് കുറവ് മതി. 5 സീറ്റോ 10 സീറ്റോ കുറവ് മതി. 130 ഡിവൈഡഡ് ബൈ 2 കളിക്കാൻ മതി. അപ്പോൾ എന്താ പറയുക, 65 സീറ്റിലേക്ക് അത് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന 65 സീറ്റോ 66 സീറ്റോ മതിയാവും. അതിപ്പം 140 ആണെങ്കിൽ 135 ആണെങ്കിൽ എത്ര വേണം? അപ്പോൾ അത്രയും വ്യത്യാസം 5 സീറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ 5 സീറ്റാണ് എന്നുള്ളത് കാൽക്കുലേറ്റിങ്ങിൽ തന്നെ, പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കേരളത്തിലെ സംവിധാനത്തോളം വലിയ വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം മഞ്ചേശ്വരത്ത് പണ്ടത്തെ പോലെ BJPക്ക് അങ്ങനെ മാറ്റമുണ്ട്. കാരണം അത് മുസ്ലിം കൺസോളിഡേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ആ സീറ്റിൽ BJP കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്താണ്, അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും അവിടെ പ്രശ്നം. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് എത്ര മണ്ഡലം, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം പോലെയുള്ള മണ്ഡലങ്ങൾ BJP ഷുവർ സീറ്റായിട്ട് ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ BJP, നമ്മൾ സാധാരണ BJPയിലല്ലല്ലോ കോൺഗ്രസ്സിലാണ് അടി ശ്രദ്ധിക്കുന്നത്. കാരണം ചില മണ്ഡലങ്ങൾ എനിക്ക് മത്സരിക്കണം, ഞങ്ങളിത് മുന്നോട്ട്. ഇപ്പം അങ്ങനെയല്ല, BJPൻ്റെ നേതാക്കന്മാർക്ക് എല്ലാവരുടെയും തിരുവനന്തപുരത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. ഇപ്പം വട്ടിയൂർക്കാവ് നേമം പോലെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിലേക്കെല്ലാം പ്രധാന നേതാക്കന്മാർ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ മണ്ഡലം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ ഇല്ലെങ്കിൽ ഇപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രധാന ഫാക്ടറാണ്. അവിടെ കെ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട ഫാക്ടറാണ്, വി മുരളീധരൻ പ്രധാനപ്പെട്ട ഫാക്ടറാണ്, കൃഷ്ണദാസ് പ്രധാനപ്പെട്ടതാണ്, ശോഭാ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ അവരെല്ലാം അത് ഫോക്കസ് ചെയ്യപ്പെടുകയും ആ സീറ്റിലേക്ക് ഫോക്കസ് ചെയ്യും അവരുടെ അണികളും. കാരണം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം BJP അങ്ങനെ സംവിധാനമുണ്ട്. സുരേന്ദ്രൻ്റെതായ അണികളുണ്ട്, പിന്നെ മുരളീധരൻ്റെതായ അണികളുണ്ട്, ശോഭാ സുരേന്ദ്രൻ അണികളുണ്ട്, കൃഷ്ണദാസ് പക്ഷം, മുരളീധര പക്ഷം, കെ സുരേന്ദ്ര പക്ഷം എന്ന് പറയുന്ന രീതിയിൽ പക്ഷമുള്ള സ്ഥലത്ത് അവരെല്ലാം അങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യപ്പെടുക. അപ്പോൾ അതിനൊരു വിജയ സാധ്യതയുണ്ട്. ആ സാധ്യതയെ എങ്ങനെ കോൺഗ്രസ് അടയാളപ്പെടുത്തുന്നു, ആ അധികാരത്തെ BJPൻ്റെ വളർന്നുകയറ്റം, അത് ഞാൻ വിചാരിക്കുന്ന ടോട്ടലി കേരളത്തിലുള്ള വോട്ടുകളെ പെർസെൻറ്റേജ് എടുത്ത് നോക്കേണ്ട കാര്യമേ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, അവരെ സംബന്ധിച്ചിടത്തോളം A ക്ലാസ് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ മണ്ഡലങ്ങളിൽ എങ്ങനെ വോട്ട് ഷെയർ ഉയർത്താൻ പറ്റും? അവിടെ ഫിനാൻഷ്യലി അവർ കപ്പാസിറ്റി ഉണ്ട്, അവരുടെ അടുത്ത് അധികാരമുണ്ട്, അവരെ കാര്യമായ പണമൊഴുക്കും ഉണ്ടാവും, അവിടെ പിന്നെ PR ഏജൻസികളുടെ കാര്യമായ വർക്ക് ഉണ്ടാവും. അതിനെയൊക്കെ എങ്ങനെ കോൺഗ്രസ് നേരിടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നേരിടേണ്ടതാണല്ലോ രണ്ടുപേരും, CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. ഇതിനും കഴിഞ്ഞ തവണ 67 ഇടത്താണ് വിജയിച്ചത്. അതെ, ഇത്തവണ ഈ വിജയിച്ച 40 ഇടത്ത് അവർക്ക് ആശങ്കയുണ്ടെന്ന്. അല്ല, ഞാൻ സ്മൃതി മേഡം, ഞാൻ അതാണ് ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ഇന്നലെ ഈ 30 മണ്ഡലം 10,000-ൽ താഴെ പഞ്ചായത്തുകളിൽ 10,000-ൽ താഴെ വോട്ട് കിട്ടിയ നിയമസഭാ മണ്ഡലങ്ങളിൽ 30-നടുത്താണ്. അപ്പോൾ ഞാനത് നോക്കി എന്താന്ന് പറഞ്ഞാൽ, ഈ 30 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് കിട്ടിയ 72 -30 എന്ന് പറഞ്ഞാൽ ബാക്കി 42ആണ്. ആ 42-ലാണ് എന്ത് നിൽക്കുന്നത്, കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ 30 മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഇതിനി ഒരു പ്രധാനം പറയാം, ഈ 40 മണ്ഡലങ്ങളിൽ പ്ലസ് 5,000-ൽ താഴെ വോട്ട് കിട്ടിയത് 18 മണ്ഡലങ്ങളാണ്. 16. അപ്പോൾ 16, 40 + 16 നിങ്ങൾ കൂട്ടിക്ക് 56. അപ്പോൾ ഈ 56 മണ്ഡലം കോൺഗ്രസ് ഷുവർ ഷോട്ട് എന്ന് പറയാൻ കഴിയുള്ളൂ. അതിനേക്ക് അപ്പോൾ 72-ലേക്ക് പറയുന്ന, അല്ല 71-ലേക്കോ, അല്ലെങ്കിൽ വിജയിക്കാൻ ഒരു സീറ്റെങ്കിലും മുന്നിൽ വെക്കുന്ന 76-ലേക്ക് 14 സീറ്റിൻ്റെ വ്യത്യാസം ഇപ്പോഴും കിടക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ചെറുതായി കണ്ട. ഞാൻ പറയുന്നത് കേരളത്തിൽ UDF അനുകൂല ട്രെൻഡ് ഉണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ UDF അനുകൂല ട്രെൻഡ് ഉണ്ട്. പക്ഷേ അതെന്താണ്, അത് ജനങ്ങളുടെ മനസ്സിലാണ്, അത് പത്രങ്ങളിലാണ്, അത് TV-കളിലാണ്. പക്ഷേ എന്താണ്, ഒരു നിയമസഭാ ഇലക്ഷനെ പ്രതിനിധീകരിക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പം ഞാൻ പറയാം, BJPയുടെ കോർപ്പറേഷനുകൾ അവരേതാ ഫോക്കസ് ചെയ്യപ്പെട്ടത്? അവർ ഫോക്കസ് ചെയ്തത് പാലക്കാട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പത്തനംതിട്ടയിൽ, പിന്നെ ശബരിമല, പന്തളം, പിന്നെ കൊല്ലം,
തൃപ്പൂണിത്തറ, അങ്ങനെ വളരെ ഫോക്കസ് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുകയും അവിടെയാണ് ഫുൾ എല്ലാവരും കൂടി ഇറങ്ങി പറയും. ഞാൻ പറഞ്ഞത് നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരം ജില്ല വിട്ടു പോയിട്ടില്ല ഈ ഇലക്ഷൻ്റെ സമയത്ത്. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ 10 മണ്ഡലങ്ങളിലേക്ക് ഇവർ ചുരുങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ 10 മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്യപ്പെടുകയാണെങ്കിൽ 130 കണ്ടിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആരാണോ അധികാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നത്, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, CPM ആണെങ്കിൽ CPM, അതിനനുസരിച്ചുള്ള പ്ലാനാണ് ഇടേണ്ടത്. ആ പ്ലാനിങ് ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസിൻ്റെ ഈ 2 ദിവസത്തെ പ്ലാനിങ്ങിൽ നടന്നിട്ടുണ്ടെന്ന്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഇലക്ഷൻ അനുസരിച്ചിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഇട്ടിരിക്കുന്നത്. അതാണ് കനകോള് ചർച്ച ചെയ്തിട്ടുള്ളത്, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചർച്ച ചെയ്തത്, അതാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 100 ദിന പ്ലാൻ എന്ന് പറയുന്നത്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് ഒരു സീറ്റ് മുന്നോട്ട് വെച്ച് അധികാരത്തിൽ നേരിടുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു പാർട്ടിയും, കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും CPM ആണെങ്കിലും സീറ്റിനെ മുന്നിൽ കണ്ടത് ഞങ്ങൾ 110 സീറ്റിൽ അധികാരത്തിൽ വരും, 100 സീറ്റിൽ അധികാരത്തിൽ വരും, 85 സീറ്റ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു പോകാനേ പാടില്ല. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ തന്നെ വരികയാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കൽപ്പറ്റ മണ്ഡലം കോൺഗ്രസിന് 3-4 വർഷങ്ങളായിട്ട് അവരെ കയ്യിലിരിക്കുന്ന മണ്ഡലം, ടൈമായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇരിക്കുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം 100 അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഈ മണ്ഡലം ഷോർട്ടാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കളയും. അതുകൊണ്ടാണ് ഒരു ലേസി ഫീലിംഗ് ഉണ്ടാക്കാനേ അത് ഗുണം ചെയ്യുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വളരെ ആ ഒരു മെസ്സേജാണ് ഓരോ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഓരോ CPM നേതാക്കന്മാർക്കും കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായം. Meet the editors.